അവസാന 16 എന്നത് വലിയ ചോദ്യമാണ്. അർജന്റീനയോടെയൊക്കെ തന്നെ മത്സരം വരാനിരിക്കുന്നേ ഉള്ളൂ. അതിന് മുന്നോടിയായി ഇന്ന് പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട മുൻ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ഇറങ്ങുകയാണ്. രാത്രി 9:30 നടക്കുന്ന മത്സരത്തിൽ കോങ്കോയാണ് എതിരാളികൾ. അമേരിക്കയിലെ അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് ഈ ആവേശ പോരാട്ടം. ഇംഗ്ലണ്ട് അവർ ദീർഘനാളിന് ശേഷം 1966 ശേഷം ഒരു കിരീടം എന്നതാണ് അവരുടെ സ്വപ്നം. കോങ്കോയാവട്ടെ വലിയ അട്ടിമറി പ്രതീക്ഷിച്ചുകൊണ്ടും കളത്തിൽ നിന്നു. ഇപ്പോൾ വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് അക്ഷയ് മോഹൻ ചേർന്നു. അക്ഷയ്, ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളത്തെ കാത്തിരിപ്പാണ്. ഇറ്റ്സ് കമ്മിങ് ഹോം എന്ന എല്ലാ ടൂർണമെന്റിലും പറയും, യൂറോ കപ്പിന് പോകുമ്പോഴും പറയും. പക്ഷേ കപ്പ് മാത്രം കിട്ടില്ല. പലകുറി കയ്യെത്തും ദൂരെയൊക്കെ തന്നെ എത്തി സമീപകാലത്ത് വീണുപോകുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഇംഗ്ലണ്ടിന് ഇത്തവണയെങ്കിലും എന്തെങ്കിലും സാധിക്കുമോ എന്നതാണ്. പക്ഷേ ഈ റൗണ്ട് ഓഫ് 32-ൽ കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ എതിരാളികളാണ് കോങ്കോ. പക്ഷെ അങ്ങനെ എഴുതി തള്ളാനും ആവില്ല. പോർച്ചുഗലിനെയൊക്കെ തന്നെ ഒന്ന് അടിച്ചിട്ട് അല്ലെങ്കിൽ അവരെ ഒന്ന് സമനിലയിൽ കുരുക്കി വരുന്ന ആ ടീം അവർ അങ്ങനെ പൂർണ്ണമായും എഴുതി തള്ളാനും പറ്റാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ റൗണ്ട് ഓഫ് 32 ഒരു ടീമിനെയും എഴുതി തള്ളാൻ പറ്റില്ല. റൗണ്ട് ഓഫ് 32 എന്നല്ല, ലോകകപ്പിൽ കളിക്കുന്ന ഒരു ടീമിനെയും എഴുതി തള്ളാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ജർമ്മനിയെ വീഴ്ത്തുന്ന ടീമിനെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് ഇന്ന് മത്സരം നടക്കുന്നത്. 60 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ കപ്പ് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കാനാണ് ഹാരി കെയ്നും സംഘവും ഇറങ്ങുന്നത്. 60 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊരു വിരാമം ഇടാനാണ് തോമസ് ടുഷലിന്റെയും സംഘത്തിന്റെയും ശ്രമം. മികച്ച ഫോമിൽ തന്നെയാണ് അവർ ഈ ലോകകപ്പ് ആരംഭിച്ചത്. ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെ തകർത്തുകൊണ്ട് തുടങ്ങി. രണ്ടാമത്തെ മത്സരത്തിൽ ഗാനയോട് ഒരു സമനില. വീണ്ടും മൂന്നാമത്തെ മത്സരത്തിൽ പനമയെ കൂടി തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെ അവർ നോക്കൌട്ടിലെത്തി. ഹാരി കെയ്ന്റെ മികച്ച ഫോം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഗോൾ അടിച്ചു കൂട്ടുന്ന ഹാരി കെയ്ൻ നിലവിലിപ്പോൾ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ഇംഗ്ലണ്ട് താരം എന്ന റെക്കോർഡ് കൂടി ഗാരി ലിനേക്കറെ മറികടന്ന് കെയ്ൻ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ജൂഡ് ബെല്ലിംഗാമും ഡെക്ലാൻ റൈസും ഉൾപ്പെടെ മധ്യനിരയും മികച്ച ഫോമിൽ തന്നെയാണ്. കപ്പടിക്കുക എന്ന് തന്നെയാണ് തോമസ് ടുഷലിന്റെയും സംഘത്തിന്റെയും ലക്ഷ്യം. മറുവശത്ത് കോങ്കോയെ പറ്റി പറയുകയാണെങ്കിൽ 52 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർ ലോകകപ്പ് വേദിയിലേക്ക് എത്തുന്നത്. ആദ്യ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലിലെയും സമനിലയിൽ തളച്ചുകൊണ്ടാണ് അവർ ലോകകപ്പ് ആരംഭിച്ചത്. 1-1 സ്കോറിൽ അവർ സമനിലയിൽ പിടിച്ചു. രണ്ടാമത്തെ മത്സരത്തിൽ അവർ കൊളംബിയയോട് തോറ്റു. മൂന്നാമത്തെ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ തോൽപ്പിച്ചാണ് ലോകകപ്പ് നോക്കൌട്ട് അവർ ഉറപ്പിച്ചത്. 3 ഗോൾ നേടിയ യുവാൻ വിസയുടെ ബൂട്ടുകളിലാണ് അവരുടെ പ്രതീക്ഷ. ഇവരുടെ ഇംഗ്ലണ്ടിന്റെ അതിമൂർച്ചയേറിയ ആക്രമണങ്ങളെ തടഞ്ഞു നിർത്തുകയായിരിക്കും അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം. അവരങ്ങനെ ഇംഗ്ലണ്ട് തുടർച്ചയായി ആക്രമിക്കുമ്പോൾ വീണ്ടും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അതിവേഗ കൗണ്ടറിലൂടെ ഗോൾ അടിക്കുക എന്നതായിരിക്കും കോങ്കോയുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അതിനെ ടുഷേലും സംഘവും എങ്ങനെ മറികടക്കുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അനീസ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.